പാഠം 1039. 500 രൂപ ചെറിയ തുകയല്ല. മുറ്റോടിക്കുന്നു. ഇതെന്താ കണ്ടൂടെ? ഇന്നലെ നീ മുറ്റോടിച്ചല്ലേ? ഇങ്ങനെ എല്ലാ ദിവസവും മുറ്റോടിക്കേണ്ട കാര്യം എന്താണ്? നീ അതോ രാവിലെ തന്നെ ആളെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കാണോ? ഞാൻ കാര്യം നീ ഇത് നിർത്തിട്ടോ. ചുമ്മാ രാവിലെ മെനക്കെട്ട് തനിക്ക് അതൊന്ന് പോ മോനട്ടാ. ഇത് തീർത്തിട്ടേ എനിക്ക് അടുക്കള ഒരുപാട് പണിയുള്ളതാ. ആ ബാഹുലൻ ചേട്ടൻ ഇതുവഴി വരുമ്പോ മുറ്റത്ത് ഇങ്ങനെ ചവറ കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലേ അപ്പ തുടങ്ങും വഴക്ക്. അങ്ങനെ വഴക്കുണ്ടാക്കാൻ ബാഹുലൻ ചേട്ടൻ ആരാ അധികാരം കൊടുത്തത്? നമ്മള് വാടക കൊടുത്തല്ലേ ഇവിടെ താമസിക്കുന്നത്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മുറ്റടിക്കും, ഇല്ല അടിക്കില്ല. നീ വാ വരാൻ പറഞ്ഞ വന്നോളാം. ഇനി ഞാൻ പറഞ്ഞിട്ട് നീ മുറ്റടിച്ചാ മതി. മോനോട്ടെ പൂറ്റു. ഇത് എന്തിന്റെ സുഖടാ മോനട്ടാ? ഇത്രയും കാലം മുറ്റമടിക്ക് 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ മുറ്റമടിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ മുറ്റമടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യം നിനക്ക് എന്താണ്? ഇന്നലെ ആഫീസ് വെച്ച് കാഞ്ഞനോട് ചോദിക്കുക. എന്ത് എന്നെ പെണ്ണു സാറേ, അഖിലിന്റെ ഇടയായിട്ട് ഭയങ്കര ക്ഷീണമല്ലോ. ഞാൻ ഭയങ്കര നാണം കണ്ടുപോയി. അതൊരു കാഞ്ചനെ എപ്പോഴാ കണ്ടത്? എപ്പോഴാ കണ്ടതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഭാര്യയെ കൊണ്ട് വീട്ടു ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഭയങ്കരനാണ് ഞാനെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് നീ മുറ്റടിക്കാനൊന്നും പോണ്ട. അപ്പൊ മോനിട്ട് മുറ്റടിക്കോ? അങ്ങനെ എല്ലാ ദിവസവും മുറ്റടിക്കേണ്ട കാര്യം എന്താണ്? കണ്ടുള്ള അവസ്ഥ മോനിട്ട് തന്നെ അറിഞ്ഞൂടെ? എന്താ അവസ്ഥ? നമ്മള് വാടക കൊടുത്തല്ലേ താമസിക്കുന്നത്. സൗകര്യമുള്ളപ്പോ മുറ്റടിക്കും, ചിലപ്പോ അടിക്കുകയില്ല. ഇതെന്തോ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ എന്താ നോക്കട്ടെ. പക്ഷേ എന്താ നേരെ മുറ്റടിച്ചളയരുത്. മുറ്റടിക്കണ്ട. നമസ്കാരം ടോക്കിന്റെ. നമ്മുടെ രായപ്പൻ തന്നു വിട്ടതാ. രാവിലെ എന്നെ വക്കീലിനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. ഓ അത് നന്നായി. ഞാനേ രാജപ്പനെ വിളിക്കാനിരിക്കായിരുന്നു. ഇതെന്താ വക്കീലെ മുറ്റം ഇങ്ങനെ കിടക്കുന്നത്? രാവിലെ മുറ്റം അടിച്ചില്ലേ? ആ ബാഹുലൻ ചേട്ടൻ അങ്ങനെ ഇങ്ങോട്ട് വന്നുള്ള അവസ്ഥ അറിയാലോ. മോഹനായിട്ട് രാവിലെ പുതിയൊരു ഭ്രാന്ത് തുടങ്ങിയിരിക്ക. എന്നെ മുറ്റടിക്കാൻ സമ്മതിക്കുന്നില്ല. അതെ, ഞാൻ മുറ്റമടിച്ചോണ്ടിരിക്കുമ്പോ മോഹനേട്ടൻ വന്ന് ഒരേ സ്നേഹപ്രകടനം. ഞാനിങ്ങനെ മുറ്റമടിച്ച് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് മോഹനേട്ടൻ സഹിക്കുന്നില്ല. നമ്മുടെ കെ മോഹനേട്ടൻ സാറിന്റെ കാര്യം തന്നെയാണോ വക്കീൽ പറയുന്നത്? അതെ ഉത്തമ. എന്താണ് മോഹനേട്ടന്റെ മനസ്സിലിപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു തരത്തിലും എന്നെ മുറ്റമടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആകെ ക്ഷീണമാണെന്നാ മോഹനേട്ടൻ പറയണേ. സാർ അങ്ങനെയൊന്നും പറയൂല. പറഞ്ഞുന്ന് ബാഹുലൻ ചേട്ടന്റെ താളത്തിന് തുള്ളാനുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ അയാളെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വാടക കൊടുത്തല്ലേ ജീവിക്കുന്നത് എന്നൊക്കെയാണ് സാറിന്റെ ചോദ്യം. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ കെ മോരേഴ് സാറിന് എന്തോ കുഴപ്പമുണ്ട്. ഇത് പ്രശ്നമാവോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എന്താ പറഞ്ഞത്? എനിക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണോ? അങ്ങനെയൊന്നല്ല സാറേ. അങ്ങനെയൊക്കെ ഞാൻ പറയൂ സാറേ. അല്ല സാറ് മുറ്റമടിക്കണ്ട എന്ന് വക്കീലിനോട് പറഞ്ഞപ്പോ അതിലെന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. മുറ്റത്ത് കിടക്കുന്ന ഇലകൾ ഞാനോ എന്റെ ഭാര്യ സത്യഭാമയോ കൊണ്ടുവന്നിട്ടതല്ല. ഈ പുരയിടത്തിലെ മരങ്ങളൊക്കെ ബാഹുലയൻ ചേട്ടൻ നട്ടുവളർത്തി പിടിപ്പിച്ചതാണ്. ബാഹുലയൻ ചേട്ടൻ നട്ടുവളർത്തി പിടിപ്പിച്ച മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകൾ വാരുന്നതല്ല എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ജോലി. ഞാനത് സമ്മതിക്കുകയില്ല. എന്താ ഇവിടെ നോക്കുന്നത്? പോയി എന്റെ ഷർട്ട് മുട്ട് വെച്ച് വെക്ക്. പോകൂ. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല. ചെല്ലു, പോകൂ. എന്താ
സാറേ, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് സാറേ പ്രശ്നം? എന്താ ഞാനും വരണോ? അതാ പോകുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീടിന് 4500 രൂപയായിരുന്നു വാടക. അത് കൂട്ടി 6000 ആക്കണമെന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. സാറും വക്കീലും കൂടെ ഇങ്ങോട്ട് താമസം മാറ്റിയത്. ഇവിടെ ആകുമ്പോ 4000 രൂപ കൊടുത്താൽ മതി. ഓ സാറേ, അപ്പൊ 500 രൂപ എന്ന് പറഞ്ഞ ചെറിയ ലാഭമാണോ? സാറിങ്ങോട്ട് മാറിയത് വളരെ നന്നായി. 500 രൂപ ചെറിയ ലാഭമല്ല എന്ന കാര്യം ഉത്തമ സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. എങ്കിൽ ബാക്കി കൂടി കേട്ടോളൂ. ഇന്നലെ ഞാൻ ഉൽപ്പലാക്ഷൻ ചേട്ടനെ കണ്ടു. സാർ എന്നോട് ക്ഷമിക്കണം. അന്നത്തെ ആവേശത്തിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. സാറിനോട് ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെ? അല്ല, സാറിനോട് വാടക കൂട്ടിച്ചോദിച്ചുകൊണ്ടാണല്ലോ സാറ് താമസം മാറിയത്. അത് തെറ്റായിപ്പോയി. എന്താണ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ എങ്ങനെ വന്ന ഒരു കാര്യം? സാറേ, പൈസ അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. 6000 രൂപ വാടക തരാമെന്ന് ഒരാൾ പറഞ്ഞപ്പോ മുൻപിൻ നോക്കാതെ ഞാൻ എടുത്തിയാടി. പക്ഷേ പൈസയേക്കാൾ പ്രധാനമാണല്ലോ താമസിക്കുന്ന വാടകക്കാരുടെ സ്വഭാവം. അത് ഞാൻ ഓർത്തില്ല. ദിവാകരൻ ഭയങ്കര പ്രശ്നക്കാരനാ സാറേ. എന്നും കള്ളുകുടിയും ബഹളവും. പിന്നെ അവനും ഭാര്യയും തമ്മിലുള്ള വഴക്ക്, അടി, ചീത്തവിളി. 2 പ്രാവശ്യം പോലീസുകാർ വന്ന് പ്രശ്നം തീർക്കേണ്ടി വന്നു. ദിവാകരനെ ഞാൻ പറഞ്ഞു വിട്ടു. അല്ല, സാറങ്ങോട്ട് തിരിച്ചു വരണമെന്ന എന്റെ ആഗ്രഹം. നടക്കും? വെറുതെ വേണ്ട. സാർ എനിക്ക് 3500 രൂപ വാടക തന്നാ മതി. സത്യം സാറേ, എനിക്ക് 3500 രൂപ മതി. സാറിനെ പോലൊരാൾ എന്റെ വീട്ടിൽ താമസിക്കുന്നത് എനിക്കൊരു അഭിമാനമല്ലേ? അതിനുവേണ്ടി വാടക കുറയ്ക്കാൻ ഞാൻ തയ്യാറാ. സാറിപ്പോ 4000 രൂപയിലേ വാടക കൊടുക്കുന്നത്. എന്റെ വീട്ടിൽ തിരിച്ചു വന്നാൽ സാറിന് 500 രൂപയാ ലാഭം. സാറ് വരണം. സാറേ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ? 1 2 അല്ല, 500 രൂപയാണ് ലാഭം. അത് മാത്രമല്ല, ഉൽപ്പലാക്ഷൻ ചേട്ടൻ ബാഹുലേൻ ചേട്ടനേക്കാൾ മാന്യൻ. വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ശല്യപ്പെടുന്നില്ല. മുറ്റമടിക്കണം, ഇറച്ചിമീൻ വെക്കാൻ പാടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇടയ്ക്ക് കയറി വരില്ല. അതെ, ഇപ്പൊ സാറിന്റെ മനസ്സിൽ എന്താ? ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു കാരണം വേണം. ഭാമയോട് പറഞ്ഞാൽ 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ മണ്ടത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. എങ്ങനെയെങ്കിലും ബാഹുലേൻ ചേട്ടനുമായി വഴക്കുണ്ടാക്കിയിട്ട് വേണം ആ പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ഓ എന്റെ അമ്മോ, അപ്പൊ അതിനാണ് നീ മുട്ടയടിക്കേണ്ട ഭാമേ എന്ന് വക്കീലെടുത്ത് പറഞ്ഞത്. ചേടാ സാറേ, ഈ അവസ്ഥയിൽ ഈ വീട്ടിൽ ബാഹുലേൻ ചേട്ടൻ വന്ന് കയറി കഴിഞ്ഞാൽ സംഗതി അലമ്പാവും. മുറ്റമടിക്കാത്തതിന്റെ പേരിൽ വഴക്കുമാവും. ആ പേരും പറഞ്ഞ് സാറ് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതല്ലേ മൊത്തത്തിലുള്ള സംഭവം? അതെ, ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. 500 രൂപ എല്ലാ മാസവും ലാഭിക്കാനുള്ള വഴിയാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വർഷമാകുമ്പോ 6000 രൂപ. സാറേ, അതൊരു ഭയങ്കര സംഭവം തന്നെ. സാറേ, അങ്ങനെ എന്റെ വക ഒരു സഹായം കൂടി ഞാൻ ചെയ്തുതരാം. എന്ത് സഹായം? ഞാൻ ഈ ബാഹുലേൻ ചേട്ടനെ കണ്ടിട്ട് സംഗതി ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കാം. ഇവിടെ എല്ലാ ദിവസവും ഇറച്ചി മീനും വാങ്ങാറുണ്ട് എന്ന് ഞാനങ്ങ് പറയാന്ന്. അത് മാത്രമല്ല, കെ മോഹനേഷ് സാറ് ബാഹുലേൻ ചേട്ടനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞതായിട്ടും പറയാം. സാറേ, നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്നൊരു വഴക്കുണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അതുകൂടെ ആകുമ്പോ സംഗതി ഉത്തമനെ കൊണ്ട് പറ്റുമ്പോൾ ഇതൊക്കെ അല്ലേ സാറേ ജീവിതത്തിലൊരു രസം. ഒരാളെ പറ്റി നല്ലത് പറയുമ്പോഴുണ്ടാകുന്ന പ്രയാസം പരദൂഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവൂലല്ലോ.
സാറ് ധൈര്യമായിട്ടിരുന്നോ. ബാഹുലയം ചേട്ടൻ ഇവിടെ വന്ന് സാറിനെയും വക്കീലിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പോരെ? അത് ഞാൻ ഏറ്റു. സാർ റെഡി ആയിട്ടിരുന്നോ? അയ്യോ, അരമണിക്കൂറിലല്ലേ ബാഹുലയം ചേട്ടൻ ഇവിടെ എത്തും. എന്താ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? ശരി, എല്ലാം പറഞ്ഞ പോലെ കേട്ടോ സാറേ. 12, 66,000. ഒരു 100 രൂപയുടെ കുറപ്പിക്കാമായിരുന്നു. ഉത്തമൻ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെന്ത് ചോദ്യമാണ് ബാഹുലയം ചേട്ടാ? ഇക്കാര്യത്തിൽ ഞാൻ ചേട്ടനോട് കള്ളം പറയുവോ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നാലും മോഹനേഷ് സാർ അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചേട്ടാ ആരും വിശ്വസിക്കൂല. പക്ഷെ കേട്ട കാര്യം അതുപോലെ ഞാൻ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ ബാഹുലയം ചേട്ടൻ ശല്യപ്പെടുത്താൻ ചെല്ലും. മുറ്റമടിച്ചോ പാത്രം കഴുകിയോ എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യം അയാൾക്കെന്താ? സത്യം പറഞ്ഞ അയാളുടെ മുഖത്ത് ചാണക വെള്ളം കലക്കി ഒഴിക്കണമെന്നാണ് വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞത്. അല്ല ഈ പിന്നെ ചേട്ടാ, വക്കീൽ ഇത് പറഞ്ഞപ്പോ മോനേഷ് സാറ് തിരുത്തുന്നാണ് ഞാൻ കരുതിയത്. മിണ്ടിയില്ല സാറേ, അതിന്റെ അപ്പുറത്ത് പറഞ്ഞോളാം ഞാൻ. ചേട്ടന്റെ വീട്ടിൽ ഇറച്ചി മീൻ കയറ്റാൻ പറ്റൂലെന്ന് ചേട്ടൻ അന്ന് പറഞ്ഞല്ലോ. അല്ല അന്ന് ഞാൻ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന്. മോഹനേഷ് സാർ വാടക തരുന്ന വീട്ടിൽ സാറിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കുമെന്നും പറഞ്ഞു. ഉടനെ വക്കീല് പറയാണ്, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അവർക്കുണ്ട്. അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ബാഹുലയം ചേട്ടനെ കോടതി വരെ കയറ്റുമെന്ന് അവർ പറഞ്ഞു. ഇതിപ്പോ വക്കീൽ ഒരു വക്കീലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് നമുക്ക് കരുതാം. പക്ഷെ മോഹനേഷ് സാറ് പിന്നെ പറഞ്ഞ ഡയലോഗ് കേട്ട് കഴിഞ്ഞ എന്റെ ചേട്ട എന്റെ ചങ്ക് അങ്ങ് തകർന്നുപോയി. അതെന്ത് ഡയലോഗ്? മോഹനേഷ് സാറ് പറയാണ്, ബാഹുലയം ചേട്ട എല്ലാ ദിവസവും വീട്ടിൽ കയറി വരുന്നത് കൊണ്ടാണ് മോഹനേഷ് സാറിന് ഭയങ്കര സമയദോഷം ഉണ്ടായത്. ബാഹുലയം ചേട്ടനെ രാവിലെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ്. അയ്യോ, അങ്ങേരെ എല്ലാ ദിവസവും കണി കാണുന്ന സാവിത്രി ചേച്ചിക്ക് ഇതുവരെ ഒന്നും പറ്റാത്തത് ഭാഗ്യം എന്നും പറഞ്ഞു. അല്ല 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 അങ്ങനെ പറഞ്ഞ? പിന്നല്ലാതെ ഞാൻ എന്തിനു കള്ളം പറയുന്നേ? കാര്യം പറഞ്ഞ ഞാനും മോഹനേഷ് സാറും തമ്മിൽ വലിയ അടുപ്പത്തിലൊക്കെ ആണ്. പക്ഷേ മോഹനേഷ് സാറിനെ കാണുന്നതിന് മുമ്പേ ഞാൻ ഈ നിൽക്കുന്ന ബാഹുലയം ചേട്ടനെ കണ്ടു തുടങ്ങിയതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട കഴിഞ്ഞാൽ എനിക്ക് സഹിക്കുവോ? അതാണിത് കേട്ട പാടെ വണ്ടി എടുത്ത് ഞാൻ നേരെ ഇങ്ങ് പോകുന്നത്. ചേട്ടാ എന്തായാലും ഇത് ഇങ്ങനെ വിടരുത്. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരല്ലേ, നമുക്കല്ലേ ഒരു അന്തസ്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. തെങ്ങിന്റെ മുട്ടിലാണ് രാവിലെ ശ്രദ്ധിക്കില്ലായിരിക്കും. ഇന്നത്തോടുകൂടി ബാഹുലയം ചേട്ടൻ ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടണം. കെ മോഹനേഷിന്റെ ബുദ്ധിയെ പറ്റി ബാഹുലയം ചേട്ടൻ അറിയില്ല. ഹലോ, വിദ്യ. ഞാൻ 11 മണിക്കെത്തും. നീ റെഡി ആയിരുന്നാ മതി. നേരെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോവാം. അതെ, അതൊക്കെ ഞാൻ ഏറ്റു. ഈ പെണ്ണിന്റെ ഒരു കാര്യം വിദ്യയായിരുന്നു. ഇന്ന് നമുക്കൊരു കേസുണ്ടേ മജിസ്ട്രേറ്റ് കോടതിയില്. അതിന്റെ വെപ്രാളം ഈ കണ്ടത് മുഴുവൻ. ഞാനും കൂടി ഉണ്ടെങ്കിൽ അവക്കൊരു ധൈര്യമാണെന്ന്. ബാഹുലയം ചേട്ടനായിരിക്കും. അതുപോലെ അറിയാം. എല്ലാ ദിവസവും ഈ സമയമാകുമ്പോ പുള്ളി വരുന്നതല്ലേ? അയ്യോ, മുറ്റം അടിക്കാത്ത എന്ത് ന്യായം പറയും? പരാതി പറഞ്ഞു നോക്കട്ടെ, ആപ്പേ ശരിയായി കൊടുക്കും. ചെല്ല്. ബാഹുലയം ചേട്ടനായിരിക്കില്ല. ബാഹുലയം ചേട്ടനായിരുന്നോ? ബാഹുലയം ചേട്ടനായിരിക്കും വന്നതെന്ന് മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് മോഹനേട്ടൻ പറഞ്ഞത്? ബാഹുലയം ചേട്ടൻ ഇരിക്കും. ഇരിക്കാൻ നേരമില്ല. ഞാനേ മോഹനേഷ് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോഹനേട്ടാ,
ഇതെവിടുന്ന് ഇത്രയല്ല? ഞാൻ അടിച്ചു വാരി ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ. അയ്യോ ബാഹുലൻ ചേട്ടാ, വേറൊന്നും വിചാരിക്കല്ലേ. ഞാൻ രാവിലെ മുറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യം വന്നു. അപ്പൊ മുറ്റം മുഴുവൻ അടിച്ചു തീർക്കാൻ പറ്റിയില്ല. അത് കാര്യാക്കണ്ട. ബാഹുലൻ ചേട്ടൻ മോഹനേട്ടനുമായിട്ട് സംസാരിച്ച് തീരുമ്പോഴേക്കും ഞാൻ മുറ്റം മുഴുവൻ അടിച്ച് വൃത്തിയാക്കിയിരിക്കും. വക്കീൽ എവിടെ നിൽക്ക്? എനിക്ക് മോഹനകൃഷ്ണൻ സാറിനോട് മാത്രമല്ല വക്കീലിനോടും സംസാരിക്കാനുണ്ട്. അല്ല ബാഹുലൻ ചേട്ടനായിരുന്നു. എന്താ രാവിലെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് പറയാനാണ് വന്നത്. എന്താണ്? മോഹനകൃഷ്ണൻ സാറിനെ പറ്റി നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. ആളൊരു മാന്യനാണ്, സത്യസന്ധനാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് സാറിന് ഞാൻ ഈ വീട് വാടകയ്ക്ക് തന്നത്. സാർ ഒരു വില്ലേജ് ഓഫീസർ മാത്രമല്ല, നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതൊക്കെ തെറ്റായിരുന്നുവെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്താ ബാഹുലൻ ചേട്ടാ? ഈ നിൽക്കുന്ന മോഹനകൃഷ്ണൻ സാറിന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ ഉത്തമൻ എന്ന കള്ളനെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അവൻ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയാവോ? സാർ എന്നെ ചീത്ത വിളിച്ചു, എന്നെ കണ്ടാൽ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറഞ്ഞു, ഈ വീട്ടിൽ എനിക്കെന്താ കാര്യമെന്ന് ചോദിച്ചു എന്നൊക്കെ. അയ്യോ അങ്ങനെയൊന്നും. വക്കീലിനെ പറ്റിയും പറഞ്ഞു. വക്കീൽ എന്നെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ. അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. അവൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. മേലിൽ അവനെ ഈ പടി കയറ്റരുത്. അതാ അതിപ്പോ എന്നെ കാണാൻ ആരൊക്കെ വരണം, എപ്പോഴൊക്കെ വരണം, എങ്ങനെയൊക്കെ വരണം തീരുമാനിക്കുന്നത് ഞാനല്ലേ. അതിപ്പോ ബാഹുലിന്റെ കാര്യം ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വീട് ഞങ്ങളെ അയ്യോ സാറേ, അയ്യോ അതിന്റെ ഒന്നും കാര്യമില്ല. ഉത്തമനെ സാറിന് വിശ്വാസമാണെങ്കിൽ അവൻ വന്നോട്ടെ. പക്ഷെ അത് സാറിന് തന്നെ ദോഷം ചെയ്യും. കണ്ടോ കണ്ടോ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ബാഹുലൻ ചേട്ടൻ ഇടപെട്ട് തുടങ്ങി. ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയ്യോ ബാഹുലേട്ടാ, ഞങ്ങളെ ഒഴിഞ്ഞേക്കാം. അയ്യോ അയ്യോ വേണ്ട സാറേ. സാറിനെ പോലെ ഇവിടെ താമസിക്കുന്നത് എനിക്കൊരു അന്തസ്സല്ലേ. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യോ. അപ്പൊ ബാഹുലൻ ചേട്ടന്റെ അന്തസ് കൂട്ടാനാണല്ലേ ഞങ്ങളോട് താമസിപ്പിക്കുന്നത് അല്ലേ? അയ്യോ അത് നടക്കില്ല. ഞങ്ങൾ നാളെ തന്നെ ഇവിടെ പോയിക്കണം. അയ്യോ അയ്യോ എന്റെ പൊന്ന് സാറേ, അങ്ങോട്ട് നോക്കിയാ വേണ്ട. കണ്ടാ മൊത്തം കരിയില്ല. കണ്ടാ മുറ്റത്ത് അത്ര ഇല കൂടി കിടക്കണ കണ്ടിട്ട് ഞാൻ വക്കീലൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ ഒന്നിനും വരുന്നില്ല. അത് മനസ്സിലായി. അങ്ങനെ കരിയിലകൾ കൂടിക്കിടന്ന് അവിടെ പാമ്പ് വല്ലതും കയറി കിടന്ന് ഞാൻ മരം എന്നെ ഓടിച്ചിട്ട് കൊന്നിട്ട് അങ്ങനെ ഞാൻ ചത്തുപോട്ട് മനസ്സിലിപ്പോ കൊള്ളാൻ അവൻ ഒരു നിമിഷം പോലും നമ്മൾ ഇനി ഇവിടെ നിൽക്കില്ല. നമുക്ക് ഈ വീട് ഒഴിഞ്ഞേ പറ്റൂ. ഈ വീട് ഒഴിഞ്ഞേ പറ്റൂ നമുക്ക്. അയ്യോ സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറിനോട് എനിക്കൊരു വിരോധവും ഇല്ല. സത്യം പറഞ്ഞ സാറിന് ഈ വീട് വാടകയ്ക്ക് തരാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. അറിയാം, ഞാനാവുമ്പോ കൃത്യമായിട്ട് വാടക തരുമല്ലോ. പക്ഷേ ആ വാടക വാങ്ങി പോക്കറ്റിലിട്ട് എന്നെ ഭരിക്കാൻ വരുന്ന ഒരാളെ സഹിക്കേണ്ട കാര്യം കെ മോഹനകൃഷ്ണൻ സാറിനില്ല. അയ്യോ വക്കീലേ, ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ സ്ഥലം വിടും. അയ്യോ കൃത്യം 1 മാസം ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിന് വാടക തന്നിട്ടുണ്ട്. സാർ എന്ത് മര്യാദയാണ് ഈ പറയുന്നത്? എന്താ പറഞ്ഞേ? വന്ന് കെ മോഹനകൃഷ്ണൻ സാറിന്റെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങിയോ? അല്ല സാറേ ഞാൻ പെട്ടെന്ന് പോകാൻ തയ്യാറായിക്കോ. അയ്യോ സാറേ ഇനി ഒരു നിമിഷം നമ്മളിവിടെ താമസിക്കില്ല. അയ്യോ അയ്യോ മോനോട്ട് ഞാനത് പറയട്ടെ. നീ എന്റെ ഭാര്യയാണ്. നീ എന്റെ കൂടെ വരും. എങ്ങോട്ടത് പറഞ്ഞിട്ടാ? പോകാനുള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താമസിക്കുന്നത് അവിടെയാണ്. ഭാരം കൂടുതലുണ്ടോ? ഉണ്ടെങ്കിലും സാരമില്ല, കൊണ്ടുവാ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. സത്യം പറഞ്ഞ ബാഹുലേൻ ചേട്ടൻ വഴക്കുണ്ടാക്കിയത് നന്നായി. ബാഹുലേൻ ചേട്ടൻ അല്ലല്ലോ വഴക്കുണ്ടാക്കിയത്. ഇല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കേണ്ടി വരില്ലായിരുന്നോ?
വാ. ആഹാ, എല്ലാം പഴയതുപോലെ ആക്കിയല്ലോ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചോ മോനോട്ട്? ഞാൻ മാത്രമല്ലല്ലോ, ഉത്തവനുണ്ടായിരുന്നു. ആഹാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തു. എന്തായാലും ഈ വീട്ടിൽ വന്നപ്പോ ഒരു സമാധാനം ഉണ്ടായി. ഇനിയിപ്പോ ബാഹുലേ ചേട്ടൻ ശല്യം ഉണ്ടാവില്ലല്ലോ. വീട്ടുടമസ്ഥനെ പേടിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അതെന്തായാലും നന്നായി മോഹനട്ടാ. ഇനിയിപ്പോ 4-5 ദിവസം മുറ്റുപടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. ഉൽപ്പിലാശയുടെ അക്കാര്യത്തിലൊന്നും വലിയ വാശിയുള്ള ആളല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ കക്ഷി ഇങ്ങോട്ട് വരാറില്ലല്ലോ. എന്ന് വെച്ച് നീ മുറ്റുപടിക്കാതിരിക്കുന്നത് വേണ്ട. എന്നെ കാണാൻ ആരെങ്കിലും ഇവിടെ വരുമ്പോ മുറ്റം വൃത്തികേടായി കിടന്ന വരുന്നവർ എന്നെ കുറിച്ച് എന്ത് കരുതും? ഓ, ദിവസം മുറ്റടിക്കേണ്ട കാര്യമില്ലെന്ന് മോഹനട്ടല്ലേ എന്നോട് പറഞ്ഞത്. നമ്മൾ വാടക കൊടുത്തൊരു വീട്ടിൽ താമസിക്കുമ്പോ നമുക്ക് സൗകര്യമുള്ളപ്പോ മുറ്റമടിക്കും, ഇല്ലെങ്കിൽ മുറ്റം അടിക്കില്ല എന്ന് മോഹനട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുള്ളതാണ്. അതാണ്. പക്ഷെ അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ബാഹുലേ ചേട്ടൻ എപ്പോഴും വഴക്കുണ്ടാക്കാൻ വരുന്നുണ്ട്. അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ. ഓ, നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് അയാൾക്ക് മനസ്സിലാവണം. സത്യത്തിൽ നിന്നെ ബാഹുലേ ചേട്ടൻ എപ്പോഴും വഴക്ക് പറയുന്ന കേട്ട് സങ്കടം വന്നിട്ടാ, ദേഷ്യം വന്നിട്ടാ ഞാനിവിടെ മാറണം പറഞ്ഞത്. അല്ലാതെ 500 രൂപ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ? എന്താണ് ഞെട്ടിയത്? അവിടത്തെക്കാട്ടിലും 500 രൂപ കുറച്ച് തന്നാ മതി എന്ന് ഉൽപ്ലാഷൻ ചേട്ടൻ പറഞ്ഞതോടെ മോഹനേട്ടന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി കിട്ടിയാ മതി. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്നലത്തെ ആ വഴക്ക് മുഴുവനും. ഇതൊക്കെ ആരാ പറഞ്ഞേ? ഉൽപ്ലാഷൻ ചേട്ടൻ തന്നെ. ആ, ഇന്നലെ ബാഹുലേയൻ ചേട്ടൻ എടുത്ത് മോഹനേട്ടൻ നടത്തിയ ആ പ്രകടനം കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഓ, അതുകൊണ്ട് മോഹനയുടെ പോയ പാടെ ഉൽപ്ലാഷൻ ചേട്ടനെ വിളിച്ചു നോക്കി. ഉൽപ്ലാഷൻ ചേട്ടൻ സത്യം മുഴുവൻ എന്നോട് പറഞ്ഞു. മാസം 500 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ. ഹോ, അതൊരു ചെറിയ കാര്യമാണോ? അല്ല. ഈ വീട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്ര വിലാപിസര ഒടുക്ക തട്ടിച്ചിങ്ങനെ ഞാൻ കൂട്ടുനിന്നത്. അല്ലെങ്കിൽ 500 രൂപയുടെ പേര് ചാടി ഇറങ്ങാനൊന്നും ഞാൻ തയ്യാറില്ലായിരുന്നു. അപ്പൊ പഴയ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നല്ല ചായ ഉണ്ടാക്കിയാലോ? ഇതാണ് നല്ല വീട്, അതുകൊണ്ടാ. 500 രൂപ ഒരു ചെറിയ തുകയാണെന്ന് വില്ലേജ് ഓഫീസർ കരുതില്ല. 500 രൂപ ലാഭിക്കാനായി വീട് മാറുന്നത് അത്ര വലിയ ബുദ്ധിയല്ല എന്ന് പറയുന്നവരോട് മോഹനകൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പുതിയ വീട്ടിൽ ഇവർക്ക് സമാധാനപരമായ ഒരു ജീവിതം ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.